അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30-31 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 16-30-31. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം എന്നത് നിത്യ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്, രക്ഷ പ്രാപിക്കുക എന്നതാണ്. അത് ക്രൈസ്തവ മതത്തിലുള്ളവർ മാത്രമല്ല, നാനാ മത വിശ്വസ്തരായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും അതിനുവേണ്ടിയുള്ളൊക്കെ അധ്വാനവും നമുക്കിന്ന് കാണുവാനായിട്ട് സാധ്യമാകും. രക്ഷ നേടുവാനായിട്ട് പലപ്പോഴും മനുഷ്യൻ പല വഴികൾ കണ്ടെത്താറുണ്ട്, പല വഴികളിൽ കൂടെ സഞ്ചരിക്കാറുണ്ട്, പല മനുഷ്യരിൽ ആശ്രയം വെക്കാറുണ്ട്. കൂടുവിട്ട് കൂടുകൾ ചേക്കേറുന്നത് പോലെ ആലയങ്ങൾ വിട്ട് ആലയങ്ങളിലേക്ക് ചേക്കേറാറുണ്ട്. ചില മനുഷ്യ ദൈവങ്ങളിൽ ശരണം പ്രാപിക്കാറുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. ചില യാത്രകൾ തീർത്ഥാടനത്തിൻ്റെ യാത്രകളാക്കിയൊക്കെ മാറ്റാറുണ്ട്. വിശുദ്ധന്മാരുടെ അടുക്കൽ പോയി വിശുദ്ധന്മാരോടുകൂടെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ രക്ഷ പ്രാപിക്കുവാനായിട്ട് എല്ലാവരും കണ്ടെത്തുന്ന ചില കുറുക്കു വഴികൾ ഉണ്ട് എന്നത് സ്വാഭാവികമാണ്. ആലയത്തു നിന്നൊക്കെ മാറി, വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു ചിന്തയിലേക്ക്, മറ്റൊരു ശക്തിയിലേക്ക് ശരണം പ്രാപിച്ച് രക്ഷ സ്വന്തമാക്കുവാനുള്ള ഒരോട്ടത്തിനാണ് നമ്മുടെ സമൂഹത്തിൽ പലരും. അപ്പോൾ എങ്ങനെയാണ് രക്ഷ സമ്പാദിക്കുക? വേദപുസ്തകം അതിന് ഒത്തിരിയേറെ വഴികളൊക്കെ തുറന്നു നൽകുകയാണ്. വേദപുസ്തകം രക്ഷ പ്രാപിക്കാനുള്ള വഴികൾ നമ്മോട് പഠിപ്പിക്കുകയും ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ ഞാൻ നിങ്ങൾ കണ്ടിട്ട് കാണാതെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവായ ക്രിസ്തു രക്ഷ പ്രാപിക്കുവാനുള്ള മുഖാന്തരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മുഖാന്തരം ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ എവിടെയാണ് രക്ഷ? ആരിലാണ് രക്ഷ? ആരിലാണ് രക്ഷ കണ്ടെത്തേണ്ടത്? ഏത് മനുഷ്യൻ്റെ പിന്നാലെയാണ് രക്ഷയ്ക്ക് വേണ്ടി ഓടേണ്ടത്? ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്തു തന്നെ പഠിപ്പിക്കേണ്ടത് വാതിലാകുന്ന ക്രിസ്തുവിൽ കൂടെ യാത്ര ചെയ്യുകയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ എന്നത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വലിയൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ക്രിസ്തുവാകുന്ന ഇടയൻ്റെ പിന്നാലെ കുഞ്ഞാടുകളായി അവൻ്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുവാനായിട്ടും പേർ ചൊല്ലി വിളിക്കുന്നവൻ്റെ പിന്നാലെ വിശ്വസ്തയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ഒക്കെ കടന്നു പോകേണ്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തെയാണ് ഇവിടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ വരച്ച് കാണിക്കുന്നത്. ആടുകളും ഇടയനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ, ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുക. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാനാകുന്ന വാതിലിൽ കൂടെ നീ യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിനക്ക് രക്ഷ കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യുക? ക്രിസ്തുവാകുന്ന വാതിലിനെ എങ്ങനെയാണ് കണ്ടെത്തുവാനായിട്ട് കഴിയുക? ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, ആരാധനയോടുകൂടി ചേർന്നിരിക്കുക, ആലയത്തോടുകൂടി ചേർന്നിരിക്കുക, സമർപ്പണത്തോടും പ്രാർത്ഥനയോടും ആരാധന ഉപേക്ഷയെ വിചാരിക്കാതെ ആരാധനയ്ക്കുള്ള ഒരു പ്രാധാന്യം കൊടുക്കുക. അവിടെയാണ് ഈ വാതിലിൽ കൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയുക. ഈ ആരാധന എന്ന് പറയുന്നത് എനിക്കും ദൈവത്തിനും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ് ആരാധന. ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തെ, അതിൻ്റെ ആഴത്തെ അതൊന്ന് ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കുക എന്ന് പറയുന്നത് പോലുള്ള ഒരു ബന്ധമാണ് ഈ ആരാധന എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ആരാധന എന്ന് എപ്പോഴാണ് അന്യമായി തീരുന്നത്, പ്രാർത്ഥന എന്നത് എപ്പോഴാണ് ഒഴുകി മാറിപ്പോകുന്നത്, അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെയുള്ള യാത്രയാണ് എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ, നീ യാത്ര ചെയ്യപ്പെടണമെങ്കിൽ നിന്നിലൊരു ആരാധന ഉണ്ടാകണം, എന്നിലൊരു ആരാധന ഉണ്ടാകണം. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. അപ്പോൾ ഒന്ന് പറയപ്പെടുന്നത് ആരാധനയിൽ കൂടെ ദൈവിക രക്ഷ ഒന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയുക എന്നാണ്. രണ്ടാമത്, ഈ ദൈവിക രക്ഷ കണ്ടെത്തുവാനുള്ള രണ്ടാമത്തെ വഴിയാണ് നാം വായിച്ച അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. അതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അവിടെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ കിടന്ന് ബന്ധനസ്ഥൽ കിടന്ന പൗലോസും ശീലാസും സ്വതന്ത്രനായി തീർന്നു, കൂട്ടാളികൾ സ്വതന്ത്രരായി തീർന്നു എന്നൊക്കെ അറിയുമ്പോൾ അവിടുത്തെ കാരാഗൃഹ പ്രമാണിക്ക് വല്ലാണ്ട് ഒരു നിരാശ ഉണ്ടാകുകയാണ്, അല്ലാതെ വേദനിക്കുകയാണ്. അവൻ സ്വയം പ്രാണനെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന പിടിച്ചൂരപ്പെട്ട വാള് പിടിച്ചു വാങ്ങിയിട്ട് അരുത് എന്ന് പറയപ്പെടുന്ന പൗലോസും ശീലാസിനോടുകൂടെ ഈ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, രക്ഷ പ്രാപിക്കാനായിട്ട് യജമാനന്മാരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെയും ഒരു ചോദ്യം അതായിരിക്കണം. നമ്മുടെ ചോദ്യം അതായിരിക്കണം, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ മനുഷ്യനോടുകൂടെ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പറയുന്നൊരു വാക്കാണ്, നീ നിൻ്റെ കുടുംബമൊക്കെ കർത്താവിൽ വിശ്വസിക്കുക. അവിടെയാണ് രക്ഷയുള്ളത്. ഒന്നാമത് രക്ഷ കണ്ടെത്തുവാനുള്ള വഴിയും ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ ആരാധന മനോഭാവത്തോടു കൂടെ കടന്നു പോകുക. രണ്ടാമത് കുടുംബമായി കർത്താവിൽ വിശ്വസിക്കുന്നതാണ്. കുടുംബമായി കർത്താവിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കുക, കർത്താവിന് രക്ഷയും തിരിച്ചറിയുക. മറ്റൊരുത്തന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ വേറൊരു നാമവുമില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ രക്ഷ എന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ, ആ ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുമ്പോഴും, ആ ക്രിസ്തുവിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഈ ദൈവിക രക്ഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമാകാം. അതുകൊണ്ടാണ് ന്യായശാസ്ത്രിയായ മനുഷ്യൻ യേശുവിനോട് വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവനൊരു ഉത്തരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നീ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കാം. മറ്റൊന്നല്ല കർത്താവ് ആദ്യം അവനോട് പറയുന്നത്. പിന്നത്തേതിലൊക്കെയാണ് കൽപ്പന അനുസരിക്കുവാനും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാനൊക്കെ പറയുന്നത് പിന്നത്തേതിലാണ്. അപ്പോൾ കർത്താവ് ആദ്യം അവനോടുകൂടെ പറഞ്ഞത്, നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ, രക്ഷ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല, നിന്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണാത്മാവോട് ഒക്കെ ആരാധിക്കുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അതാണ് ഒന്നാമത് നൽകുന്നത്. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അവിടെ കർത്താവിനോട് ചോദിക്കണം, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഒരുപക്ഷെ കർത്താവിന് വാക്കൽ കൊടുക്കുവാനോ അല്ലെങ്കിൽ കർത്താവിനെ ഉത്തരം മുട്ടിക്കുവാനോ ഒക്കെ ആയിരിക്കാം ചോദിച്ചത്. പക്ഷേ കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കുകയാണ്, ആപത്തിലിരിക്കുന്നവനെ ആരാണ് അതാണ് കൂട്ടുകാരൻ. നീ ഒരു നല്ല കൂട്ടുകാരനായി തീരുക എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കുക. അപ്പോൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിൽ വിശ്വസിക്കുവാനായിട്ട്, വചനത്തിൽ വിശ്വസിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ രക്ഷണ പദ്ധതിയിലൊക്കെ ഒന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വാതിലാവുന്ന ക്രിസ്തുവിൽ കൂടി യാത്ര ചെയ്ത് ക്രിസ്തുവുള്ള വിശ്വാസം കുടുംബമായി മുറുകെ പിടിച്ച് ദൈവിക രക്ഷണത്തിൻ്റെ അനുഭവത്തിൻ്റെ പദ്ധതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തോടുകൂടെയുള്ള ആത്മീക ബന്ധത്തിൻ്റെ അനുഭവത്തെ നിലനിന്നുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തെ ചെലവഴിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രക്ഷ ഒരു മനുഷ്യൻ്റെ അല്ല പ്രിയപ്പെട്ടവരെ. രക്ഷ എന്ന് പറയുന്നത് വിശുദ്ധ ഇടങ്ങളെ സന്ദർശിക്കുന്ന കിട്ടുന്ന ഒന്നല്ല. രക്ഷ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന വഴിപാടിലോ കാണിക്കലോ കിട്ടുന്ന ഒന്നല്ല. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യ ദൈവത്തിൻ്റെ പിന്നാലെ കടന്നു പോകുന്നതല്ല. അതെനിക്കോ നിങ്ങൾക്കോ പരസ്പരം നൽകുവാൻ കഴിയുന്നതുമല്ല രക്ഷ. രക്ഷയുടെ വഴികൾ നമുക്ക് തുറന്നു കൊടുക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവാകുന്ന വാതിലിലേക്ക് കൈപിടിച്ച് കൊടുക്കുവാനും കൈപിടിച്ച് നടത്തുവാനും കുടുംബ വിശ്വാസം നീ ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ കഴിയുമെന്നൊക്കെ ഉപദേശിക്കുവാനും അതിൻ്റെ മുഖാന്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും വഴികൾ തുറന്നു കൊടുക്കാനൊക്കെ ആണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് എന്നിലല്ല, രക്ഷ നിന്നിലല്ല, രക്ഷ എന്ന് വേദപുസ്തകത്തിലാണ്, വചനത്തിലാണ്. അപ്പോൾ ആ വചനത്തെ ആഴമായി മുറുകെ പിടിച്ച് ആ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് ദൈവീകമാകുന്ന രക്ഷയുടെ അനുഭവത്തിൻ്റെ നിർമ്മലത ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമാവുള്ളൂ. നമുക്ക് നമ്മുടെ ഓട്ടങ്ങളെയൊക്കെ നിർത്താം, കൂടുകളിലേക്ക് ചേക്കേറുന്ന അനുഭവങ്ങളും നിർത്താം.
തീർത്ഥാടന കേന്ദ്രങ്ങളെ സന്ദർശിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമാണ്. പക്ഷേ അതാണ് രക്ഷ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കടന്നു പോകുന്ന അവസ്ഥകൾ നിർത്താം. ദശാംശം കൊടുക്കുന്നതിൽ കൂടെ രക്ഷ കിട്ടുമെന്നുള്ള ചിന്താ മനോഭാവങ്ങൾ നിർത്താം. വഴിപാടുകൾ കൊടുക്കുന്നതിൽ കൂടെ രക്ഷ കിട്ടുമെന്നുള്ള ചിന്താ മനോഭാവങ്ങളൊക്കെ നമുക്ക് നിർത്താം. പ്രിയമുള്ളവരെ, രക്ഷ ഈ സൽപ്രവൃത്തികളിലൂടെയോ പുണ്യപ്രവൃത്തികളിലൂടെ കിട്ടുന്ന ഒന്നല്ല. രക്ഷ എന്നത് ക്രിസ്തുവ് എനിക്ക് നൽകപ്പെടുന്നതാണ്. അത് കാൽവരിയിൽ എനിക്ക് സ്വന്തമാക്കി നൽകിയതാണ്. ആ രക്ഷയാണ് കാൽവരി ക്രൂശിൽ കിടന്ന കള്ളന് കർത്താവ് കൊടുത്തത്. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ രക്ഷ പ്രാപിക്കുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ അതാണ് അവൻ ഇങ്ങനെ പറയും, കർത്താവ് നീ എന്നെ ഓർത്തുകൊള്ളണമേ. ആ ഓർത്തുകൊള്ളണമെന്ന് പറയുമ്പോൾ കർത്താവ് അവന് രക്ഷയുടെ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ വാതിൽ ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ നീ കടന്നു പോവുകയാണ്, നിനക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവന് പരദീസയുടെ ഒരു വലിയ കവാടം തുറന്നു കൊടുത്ത് കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കൂടെ നിന്നവരൊക്കെ കർത്താവിന് അനുഗ്രഹം പ്രാപിച്ചത് അങ്ങനെയാണ്. പരദീസയാവുന്ന വാതിൽ തുറന്നു കൊടുത്ത് രക്ഷണ്യത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കാൽവരി ക്രൂശിൽ എൻ്റെ ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ക്രിസ്തുവാണ് എൻ്റെയും നിൻ്റെ രക്ഷ. ആ ക്രിസ്തുവിലെ ശരണമാണ് എൻ്റെയും നിൻ്റെ രക്ഷ. ആ ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് എൻ്റെയും നിൻ്റെയും രക്ഷ. ആ ക്രിസ്തുവിനെ ആരാധിക്കുകയാണ് എൻ്റെയും നിൻ്റെയും രക്ഷ. ആ ക്രിസ്തുവിലുള്ള സമർപ്പണമാണ് എൻ്റെയും നിൻ്റെ രക്ഷ. ആ ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ് എൻ്റെയും നിൻ്റെ രക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷണ്യ പദ്ധതികളിൽ കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് വരിക. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കേട്ടത്. ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ യാത്ര ചെയ്യുക, വിശ്വാസത്തോടുകൂടെ രക്ഷണ്യത്തിൻ്റെ അനുഭവത്തിനായി ഉറച്ച് നിൽക്കുക. അങ്ങനെ നമുക്ക് ആകുവാനായിട്ട് പരിശ്രമിക്കാം. തെറ്റായ ചിന്തകളെയും തെറ്റായ പഠിപ്പിക്കലുകളെയും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. കർത്താവിലേക്ക് മടങ്ങി വരാം. കർത്താവ് വിശ്വസ നോമ്പ് കാലഘട്ടം ദൈവം നമ്മെ സാധ്യമാക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.